യുവവാണി. പ്രിയരെ, എല്ലാവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം. ഗായകർ ഒരുപാട് നമ്മുടെ യുവവാണിയിൽ അതിഥികളായി പങ്കെടുത്തിട്ടുണ്ട്. എന്നാൽ വളരെ വ്യത്യസ്തമായി പാട്ടുപാടുന്ന ഒരു അച്ഛനും മകനുമാണ് ഇന്നത്തെ യുവവാണിയിൽ പങ്കെടുക്കുന്നത്. അനിൽ ജേക്കബ്, മകൻ ക്രിസ്റ്റി അനിൽ എന്നിങ്ങനെയാണ് അവരുടെ പേരുകൾ. കൂടുതൽ പരിചയപ്പെടുത്തുന്നതിന് മുൻപ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്യത്യസ്തമായി അവരെങ്ങനെയാണ് പാടുന്നതെന്ന് നമുക്കിപ്പോൾ കേട്ടിട്ട് വരാം. ക്രിസ്റ്റി അനിൽ, അച്ഛൻ അനിൽ ജേക്കബ്. അപ്പോൾ ചൂളമടിച്ച് പാട്ട് പാടുന്നത് വളരെ പ്രൊഫഷണലായി വേദികളിൽ അവതരിപ്പിക്കുന്ന രണ്ടുപേരാണ് ഇവർ. അതായത് വിസിലിംഗ് സംഗീതം. അപ്പോൾ ഇവരെങ്ങനെയാണ് ഈ ഒരു രംഗത്തേക്ക് വന്നതെന്നും അവരുടെ കൂടുതൽ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുമെല്ലാം നമുക്ക് ഇന്നത്തെ യുവവാണിയിലൂടെ ചോദിച്ചറിയാം. ഒപ്പം അവരുടെ സംഗീതം ആസ്വദിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ പരിപാടിയിലേക്ക് രണ്ടുപേർക്കും സ്വാഗതം. താങ്ക് യു. അപ്പോൾ എങ്ങനെയാണ് ഈ രംഗത്തേക്ക് വന്നത് എന്ന് നമുക്ക് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം ഇന്നത്തെ യുവവാണി. അനിൽ ജേക്കബാണ് അതിന് മറുപടി നമ്മളോട് പറയുന്നത്. നമസ്കാരം. വിസിലിംഗ് എന്നത് താരതമ്യേന പുതിയൊരു കലയായിട്ട് വേണം കരുതാനായിട്ട്. സാധാരണ ആളുകൾ വോക്കലിലൂടെ പാടുന്നത്, ഞങ്ങളെപ്പോലെ കുറച്ച് ആൾക്കാർ വിസിലിലൂടെ പാടുകയാണ്. ഇത് എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ ആരംഭിച്ചതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫാദർ ചെറുതായിട്ട് വിസിൽ ചെയ്യുമായിരുന്നു. അന്ന് കാവാലം ചുണ്ടൻ വള്ളം മുതലായ പാട്ടുകളൊക്കെ ചാച്ചൻ വിസിൽ ചെയ്യുന്നത് കേട്ടാണ് ഞാൻ ചെറുപ്പത്തിൽ വളർന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ജേക്കബ്, ഇപ്പോൾ ഇല്ല. അപ്പോൾ ചാച്ചനിങ്ങനെ ഒക്കേഷണലി വിസിൽ ചെയ്യുന്നതൊക്കെ കേട്ടിട്ട് വളർന്നത്. അപ്പോൾ ഈ വിസിലിംഗ് എന്ന് പറയുന്നത് എൻ്റെ രക്തത്തിലേക്ക് വന്നു. അങ്ങനെ പതുക്കെ പതുക്കെ പാട്ടുകൾ വിസിൽ ചെയ്ത് തുടങ്ങി. പിന്നീട് ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് വിസിൽ ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർ പല സ്ഥലത്തുണ്ടെന്ന് മനസ്സിലായതും അങ്ങനെ ഒരു കൂട്ടായ്മ വിസിലിന് വേണ്ടിയിട്ട് ഫോം ചെയ്യാനിടയായതൊക്കെ. അങ്ങനെയാണ് വിസിലിങ്ങിലേക്ക് എത്തുന്നത്. താങ്കളുടെ സ്ഥലം എവിടെയാണ്? ഞാൻ എറണാകുളം ജില്ലയിലെ കൂത്താട്ടുകുളം സ്വദേശിയാണ്. വിസ്ലിംഗ് കൂട്ടായ്മ എവിടെയാണ് തുടങ്ങിയത്? വിസ്ലിംഗ് കൂട്ടായ്മ എറണാകുളം ബേസ് ചെയ്തിട്ടാണ് ഉള്ളത്. എന്നാൽ ലോകത്തിലെ എമ്പാടുമുള്ള മലയാളി വിസിലർമാരുടെ ഒരു കൂട്ടായ്മയാണിത്. വേൾഡ് ഓഫ് വിസിലേഴ്സ് എന്നറിയപ്പെടും. ലോകത്തിൽ പല സ്ഥലത്തായിട്ട് പല ജോലികൾ ചെയ്യുന്ന ചെറുപ്പക്കാർ മുതൽ വയസ്സായവർ വരെയുള്ള സ്ത്രീകൾ പുരുഷന്മാർ വ്യത്യാസമില്ലാതെ നടക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. വളരെ നല്ല രീതിയിൽ പ്രോഗ്രാമുകളുമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നു. ഞാൻ അതിൻ്റെ ഒരു ഫൗണ്ടർ മെമ്പറും ഒരു ഭാരവാഹിയുമാണ്. ശരി. എത്ര പേരുണ്ട് ആ കൂട്ടായ്മയിൽ? ഇപ്പോൾ ഏകദേശം 600 മെമ്പേഴ്സാണ് ഈ അസോസിയേഷനിലുള്ളത്. അപ്പോൾ നമുക്ക് ക്രിസ്റ്റിയിലേക്ക് വരാം. ക്രിസ്റ്റി എന്താണ് ചെയ്യുന്നത്? ഞാനിപ്പോൾ +2 പഠിക്കുന്നു. എവിടെയാ? ഞാൻ കൂത്താട്ടുകുളത്തിനടുത്തുള്ള മൂവാറ്റുപുഴ എന്ന സ്ഥലത്ത്.
അവിടെയാണ് +2 പഠിക്കുന്നത്. ഓക്കെ. അപ്പോൾ അച്ഛൻ്റെ കണ്ടിട്ടാണോ ഈ വിസ്ലിംഗിലേക്ക് വന്നത്? എൻ്റെ ചെറുപ്പത്തിൽ അപ്പ ഇങ്ങനെ പാടി നടക്കുമ്പോൾ അത് കേട്ട് ഞാൻ ചുമ്മാ പാടി പഠിച്ച് അങ്ങനെ വന്നതാണ്. ശരി. സാധാരണ എല്ലാം അച്ഛന്മാർ ചെയ്യുന്നു എന്ന് കരുതി മക്കൾക്ക് അതിൻ്റെ ഒരു വാസന ഉണ്ടാവണം എന്നില്ല. പക്ഷെ ക്രിസ്റ്റിക്ക് അത് ഉണ്ടായി അല്ലേ? ഒരു ഏത് പ്രായത്തിലാണ് ഇങ്ങനെ വിസ്ലിംഗ് തുടങ്ങിയത് ക്രിസ്റ്റി? ഞാനൊരു 3ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ തുടങ്ങിയത്. അതിങ്ങനെ ആദ്യ അച്ഛനെയാണോ കേൾപ്പിച്ചത്? ഞാൻ ചുമ്മാ വീട്ടിൽ കൂടെ നടക്കുമ്പോൾ പാടി നടക്കുമായിരുന്നു അങ്ങനെ. അപ്പോൾ ഒടുവിൽ അച്ഛൻ ആ കൂട്ടായ്മയിൽ ഒരു അംഗമാക്കി. ശരി. അപ്പോൾ നമുക്ക് ഇവരുടെ രണ്ടുപേരുടെയും മറ്റൊരു പാട്ട് ആസ്വദിച്ചിട്ട് വരാം. അപ്പോൾ ഈ വിസിലിങ്ങിൻ്റെ കൂട്ടായ്മ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഇത്രയും ആളുകളെ കണ്ടുപിടിച്ചത് എങ്ങനെയാണ്? അത് അവിടെ ഇവിടെയൊക്കെ ആളുകളുണ്ട് എന്നറിഞ്ഞത് എങ്ങനെയാണ്? സോഷ്യൽ മീഡിയ ഇതിന് വളരെയധികം ഞങ്ങളെ സഹായിച്ചു. നമ്മൾ വിസിൽ ചെയ്ത് പാട്ടുപാടി ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റ പോലെയുള്ള മീഡിയകളിലൂടെ നമ്മൾ പബ്ലിഷ് ചെയ്യുമ്പോൾ ഒത്തിരി ആൾക്കാർ, ഇതിന് കഴിവുള്ള ആൾക്കാർ റെസ്പോണ്ട് ചെയ്ത് തുടങ്ങി. അങ്ങനെ ചില സ്ഥലങ്ങളിൽ ഞങ്ങൾ മീറ്റപ്പ് വെച്ചു. ഒരേ മനസ്സുള്ള, ഒരേ ഇഷ്ടങ്ങളുള്ള ആൾക്കാർ ഒരുമിച്ച് കൂടി പുതിയ പുതിയ പദ്ധതികളിലേക്കും. അങ്ങനെ ഇന്നിപ്പോൾ ഈ സംഘടനയുടെ ഭാഗമായിട്ട് ഒത്തിരി അച്ചീവ്മെൻറ്റ്സ് കരസ്ഥമാക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, അതോടൊപ്പം തന്നെ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സും കരസ്ഥമാക്കാനായിട്ട് ഞങ്ങളുടെ സംഘടനയിലെ ഒട്ടനവധി ആൾക്കാർക്ക് സാധിക്കുകയുണ്ടായി. ക്രിസ്റ്റിയോടാണ് അടുത്ത ചോദ്യം. സ്കൂളിൽ ഇതൊക്കെ അവതരിപ്പിക്കാറുണ്ടോ? സ്കൂളിൽ എനിക്ക് ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ ആനുവൽ ഡേക്കും അങ്ങനെ പരിപാടികളൊക്കെ വരുമ്പോൾ എന്നെ അതിൽ കൂട്ടാറുണ്ട്. ഇതൊക്കെ ആദ്യം കേട്ടപ്പോൾ എങ്ങനെയായിരുന്നു പ്രതികരണം സ്കൂളിൽ കൂട്ടുകാരുടെയും ടീച്ചേഴ്സിൻ്റെയൊക്കെ? എല്ലാവരും നല്ല പ്രോത്സാഹനം തന്നു. അങ്ങനെ എല്ലാവരും നല്ലപോലെ സപ്പോർട്ട് ചെയ്തു. ഇപ്പോഴും സപ്പോർട്ടുണ്ട്. അപ്പോൾ വേദികളിൽ അച്ഛനോടൊപ്പം ഒരുപാട് ഈ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ? അവതരിച്ചിട്ടുണ്ട്. ഏത് പ്രായം മുതലാണ് വേദികളിൽ അവതരിപ്പിക്കാൻ തുടങ്ങിയത്? ഞാൻ അതേ പ്രായം തൊട്ട്, ഒരു 5ാം ക്ലാസ്സൊക്കെ തുടങ്ങിയപ്പോൾ തൊട്ട് പോകാറുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ കൊച്ച് ഇങ്ങനെ വേദികളിൽ വന്ന് വിസിൽ ചെയ്ത് പാട്ട് പാടുന്ന കാണുമ്പോൾ പ്രതികരണമൊക്കെ എങ്ങനെയായിരുന്നു ആളുകളുടെ? നല്ല കയ്യടിയും നല്ല സപ്പോർട്ടും കിട്ടാറുണ്ട്. പ്രോത്സാഹനം ഒരുപാട് നല്ലപോലെ കിട്ടാറുണ്ട് അല്ലേ? ഓക്കെ, ശരി. ഇപ്പോൾ ഞങ്ങളുടെ സംഘടനയിൽ കുറച്ചധികം കഴിവുള്ള കൊച്ചുകുട്ടികൾ കുറച്ച് കാലം മുമ്പും ഇപ്പോഴും എല്ലാം
കുഞ്ഞു പിള്ളേർ വരാറുണ്ട്, പെൺകുട്ടികളും ആൺകുട്ടികളും അടക്കം. പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെയാണെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ ഞങ്ങളുടെ സംഘടനയുടെ പ്രസിഡന്റ് തന്നെ ഒരു സ്ത്രീയാണ്. അതുപോലെ ഒത്തിരി പെൺകുട്ടികളൊക്കെ ഈ സംഘടനയിൽ വളരെ ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നുണ്ട് ഞങ്ങളുടെ പ്രോഗ്രാമുകളിലൊക്കെ. ഒത്തിരി വേദികൾ നമുക്ക് ഈ ഉത്സവങ്ങളോടനുബന്ധിച്ചും അല്ലെങ്കിൽ മറ്റുള്ള ഗാനമേള പോലെ അങ്ങനെ ഒത്തിരി വേദികളിൽ പെർഫോം ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ഈ വർഷങ്ങളിൽ സാധിച്ചു. സാധാരണ ഇങ്ങനെ വിസിലിംഗ് എന്നൊക്കെ പറയുമ്പോൾ, ചൂളമടിക്കുക എന്ന് പറയുമ്പോൾ നമ്മളത് ബന്ധിപ്പിക്കുന്നത് പുരുഷന്മാരുമായിട്ടാണ് കൂടുതൽ, അല്ലേ? പക്ഷേ സ്ത്രീകളും ഈ രംഗത്ത് ഒരുപാടുണ്ട്. തീർച്ചയായിട്ടും ഒരുപാടുണ്ട്. പലപ്പോഴും അവർക്ക് അവരുടെ കഴിവ് പുറത്തേക്ക് കാണിക്കാൻ ഒരു വേദി കിട്ടുന്നില്ല. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ഈ വേൾഡ് ഓഫ് വിസിലേഴ്സ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം വന്നതോടുകൂടി ഞങ്ങളുടെ തന്നെ വാട്സാപ്പിലും ഞങ്ങളുടെ തന്നെ ഫേസ്ബുക്കിലും എല്ലാം അവരുടെ കഴിവുകൾ അവർക്ക് വിസിൽ ചെയ്ത് പ്രകടിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ പല സ്റ്റേജ് പെർഫോമൻസിലും സ്ത്രീകൾ പെർഫോം ചെയ്യുമ്പോഴത്തേക്ക് കാണികളും അവർക്ക് വളരെ അധികം പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. ഓക്കെ, ശരി. അപ്പോൾ ഇങ്ങനെ ചമ്മലൊക്കെ മൂലം ആരെങ്കിലുമൊക്കെ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ ഇതൊരു അവസരമാണ്. തീർച്ചയായിട്ടും. ശരി, അപ്പോൾ നമുക്ക് അടുത്തൊരു പാട്ട് കേട്ടാലോ? തീർച്ചയായിട്ടും.
അപ്പോൾ ഈ വിസിലിംഗ് എന്ന് പറയുന്നത് നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കുന്ന ഒന്നാണോ, അതോ ഇത് സ്വതസിദ്ധമായ ഒരു വാസനയുള്ളവർക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണോ? അതിൻ്റെ ആൻസർ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം ചുണ്ട് കൂർപ്പിച്ച് വായു അകത്തേക്കോ പുറത്തേക്കോ ശക്തിയായി ബ്ലോ ചെയ്യുമ്പോഴാണ് വിസിലുണ്ടാവുന്നത്. എല്ലാവരും തന്നെ പലർക്കും വിസിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് പഠിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ അസോസിയേഷൻ അതിന് ട്രെയിനിങ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. ഈ ചെറുതായിട്ടെങ്കിലും വിസിൽ ചെയ്യാൻ സാധിക്കുന്ന ആൾക്കാരെ അവർക്ക് വിസിലിങ്ങിനുള്ള കഴിവ് കൂടുതലാക്കി മെച്ചപ്പെടുത്തിയെടുക്കാനായിട്ടുള്ള ട്രെയിനിങ് ഞങ്ങൾ കൊടുക്കാറുണ്ട്. ആണല്ലേ? അപ്പോൾ ചോദ്യത്തിന് ഉത്തരം പറ്റുമെന്ന് തന്നെയാണ്. ഓ ശരി. ഒരുപാട് നമ്മുടെ ചുണ്ടുകളും ശ്വാസകോശവും ഒക്കെ ഇതിന് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെന്ന്. ഈ ശ്വാസം നിയന്ത്രിക്കാനും നമ്മുടെ ചുണ്ടുകളുടെ ആരോഗ്യമൊക്കെ സംരക്ഷിക്കാനും ഒക്കെ എന്താണ് ചെയ്യുന്നത്? അത് നമ്മൾ കോവിഡ് സമയത്ത് ഓർക്കുന്നുണ്ട്. നമ്മൾ പ്രധാനപ്പെട്ട ഒരു ടിപ്പായിട്ട് ഈ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് വെച്ച് അങ്ങനെ ഒരു ടിപ്പൊക്കെ നമ്മൾ മെഡിക്കൽ ഇതായിട്ട് പറയുമായിരുന്നു. വിസിലിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ശ്വാസ നിയന്ത്രണമാണല്ലോ. അപ്പോൾ പല പാട്ടുകൾക്കും ശ്വാസം കൂടുതൽ നിയന്ത്രിച്ച്, പ്രത്യേകിച്ച് നമ്മൾ പുറത്തേക്ക് ഊതി വിടുകയാണ്. അപ്പോൾ ശ്വാസം മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിലൂടെ നമുക്ക് കുറച്ച് ആരോഗ്യപരമായ ബെനിഫിറ്റ്സും കിട്ടുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ശരി. അപ്പോൾ ഈ വിസിലിങ്ങിൽ തന്നെ പല രീതിയിലുള്ള ചൂളമടി ഉണ്ടോ? അതെ, വിസിലിംഗ് പലരും പല രീതിയിൽ ചെയ്യാറുണ്ട്. ഒന്ന്, നമ്മൾ ചുണ്ടുകൾ കൂർപ്പിച്ച് വായു പുറത്തേക്ക് തള്ളുന്ന രീതി, ബ്ലോ ഔട്ട്. അത് ഒരു പക്ഷേ കൂടുതൽ ആൾക്കാർ സമൂഹത്തിൽ ചെയ്യുന്നത് അങ്ങനെയാണ്. അത് ഒന്ന് നമുക്ക് ഉദാഹരണം കൂടെ കാണിച്ചു കൊടുത്താൽ തീർച്ചയായിട്ടും. പുറത്തേക്ക് വിസിൽ ചെയ്യുന്നത് ഇതാണ്. പുറത്തേക്ക് വിസിൽ ചെയ്യുന്നത് നമ്മൾ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ചുണ്ട് കൂർപ്പിച്ചിട്ട് ബ്ലോ ഔട്ട് ചെയ്യുന്നത്. ഇത് തന്നെ അകത്തേക്ക് സെയിം രീതിയിൽ ചുണ്ട് കൂർപ്പിച്ച് പുറത്തേക്ക്, ചിലപ്പോൾ കേൾവിയിൽ വ്യത്യാസം തോന്നിക്കൊള്ളുന്നില്ല, പക്ഷേ കാണുന്ന ഒരാൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇതുകൂടാതെ പിന്നെ പലരെയും കണ്ടിട്ടുണ്ടാവും ടീത്ത് വിസിലിംഗ് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ചിരിച്ച മുഖമായിട്ടിരിക്കും. ഉദാഹരണത്തിന് ഇത് ടീത്ത് വിസിലിംഗ് ആണ്. ഇതിനകത്ത് വായ ചുണ്ടുകൾ ചെറുതായിട്ട് തുറന്നിരിക്കും, പല്ലുകൾ ഒരു പക്ഷേ അകന്നിരിക്കുന്നില്ല. അവർ ആ ഒരു ചേർത്ത് വെച്ചാണ് എനിക്ക് കാണുന്നത്. അതെ അതെ. പിന്നെ മറ്റു ചില വിസിലുകൾ, ഇപ്പോൾ ക്രിസ്റ്റിയുടെ തന്നെ വിസിൽ ചുണ്ടിൻ്റെ ഒരു കോണിലൂടെ ചെറിയ ഓപ്പണിങ്ങിൽ അതിലൂടെ ശ്വാസം വന്നിട്ടാണ്. ഒന്ന് കാണിക്കാമോ അത്? ഓക്കെ. അപ്പോൾ ക്രിസ്റ്റിയുടെ ഇപ്പം ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ചുണ്ടിൻ്റെ ഒരു സൈഡിലൂടെയാണ് വരുന്നത്. ഇപ്പം നടുക്കുകൂടെയല്ല, ചുണ്ടിൻ്റെ നടുക്കുകൂടെയല്ല ശ്വാസം പുറത്തേക്ക്. അപ്പോൾ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. കൂടുതലും ശ്വാസം ചുണ്ട് കൂർപ്പിച്ച് പുറത്തേക്ക് വിടുന്ന രീതിക്ക് കുറച്ചും കൂടി ഇൻറ്റൻസ് ആയിട്ട് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടി തീവ്രത കൂടിയ ഉച്ചസ്ഥായിയിൽ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ ഈ പിച്ചും ടോണും ഒക്കെ നിയന്ത്രിക്കപ്പെടുന്നത് ഇങ്ങനെ പല രീതിയിലുള്ള വിസിലിംഗ് മൂലമാണ്. തീർച്ചയായിട്ടും അങ്ങനെ പറയാൻ പറ്റില്ല. എല്ലാ രീതിയിലും ഈ പല രീതിയിൽ വിസിൽ ചെയ്യുന്നവരും പല ലെവലിലുള്ള പാട്ടുകൾ പാടാറുണ്ട്. അപ്പം ഏത് രീതിയിൽ പാടിയാലും പിച്ച് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ശരി. അപ്പോൾ ഇനിയൊരു പാട്ട് കേട്ടാലോ? തീർച്ചയായിട്ടും.
വിസിൽ വിശേഷങ്ങളുമായി അച്ഛൻ മകൻ കോംബോ അനിൽ ജേക്കബ്, ക്രിസ്റ്റി അനിൽ എന്നിവർ അടുത്ത യുവവാണിയിൽ വീണ്ടും എത്തും. കാത്തിരിക്കുക. ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം റിയ. യുവവാണി സമാപിക്കുന്നു.